അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തുടങ്ങുകയല്ലേ, മഴയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു എല്ലാവരും അല്ലേ. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, എല്ലാവരും ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ തന്നെ ആയിരിക്കും. അപ്പം രാവിലെ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. തുടക്കം തകർത്ത് കാരുകയാണല്ലോ അല്ലേ. മഴയൊന്നും വകവയ്ക്കാതെ തുടക്കം ഇങ്ങനെ കത്തിക്കീറുന്നതാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൻ്റെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ ഒരു അടിയ തന്നെയാണ്. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് തുടക്കം എന്ന ചിത്രം കളക്ട് ചെയ്ത് 2,62,00,000 രൂപയാണെങ്കിൽ രണ്ടാമത്തെ ദിവസമായ ശനിയാഴ്ച 3,66,00,000 കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഏകദേശം 4 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ കേരള കളക്ഷൻ 6,28,00,000 രൂപയിലേക്ക് കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു. അപ്പം വിസ്മയ മോഹൻലാൽ തുടക്കം ഗംഭീരമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. 6,28,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം തൂക്കിയടിച്ചത്. ഇനിയും ഇന്ത്യ ഗ്രോഫ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗ്രോഫ് മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ച കാണുന്നു. ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് ആദ്യ ദിവസം 3,02,00,000 രൂപയാണ് കളക്ട് ചെയ്തത് എങ്കിൽ രണ്ടാമത്തെ ദിവസമായി ഇന്നലെ കളക്ട് ചെയ്ത് 4,30,00,000 രൂപയാണ്. അപ്പോൾ ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 7,32,00,000 രൂപയാണ്. അപ്പം ഏകദേശം കേരളത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൂടി 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നുള്ളതാണ് 2 ദിവസം കൊണ്ട്. അതും വിസ്മയ മോഹൻലാലിൻ്റെ ഒരു ചിത്രം 2 ദിവസം കൊണ്ട് തന്നെ കേരളം ഒഴിച്ചുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ നമ്മൾ അറിഞ്ഞിരുന്നു, എന്നാലും ഇതിൻ്റെ ഇനം തിരിച്ചുള്ള വിവരം കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലത്തു നിന്ന് എത്രയൊക്കെ നേടി എന്നുള്ളത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു 2,62,00,000 രൂപയായിരുന്നു. അതിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കേരളം ഒഴിച്ചുള്ള ബാക്കിയുള്ള ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് 42,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ഇന്ത്യ ഗ്രൂപ്പായിട്ട് കാണിക്കുന്നത് 3,02,00,000 രൂപയാണ്. വേൾഡ് വൈഡ് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഒരു തൂക്കേടി ഉണ്ടായത്. ഏകദേശം 2,90,00,000 മുകളിലായിരുന്നു കളക്ട് ചെയ്തത്. അങ്ങനെ 3,05,000 $5,000 ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രമായിട്ട് GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട് തുടക്കം ആദ്യ ദിവസം കളക്ട് ചെയ്തത്. കാനഡ USA നിന്ന് കളക്ട് ചെയ്തത് ഏകദേശം $35,000. UK അയർലൻഡിൽ നിന്ന് കളക്ട് ചെയ്തത് $40,000. ആസ്ട്രേലിയയിൽ നിന്ന് 14,000. റെസ്റ്റ് ഓഫ് വേൾഡ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് $16,000 കളക്ട് ചെയ്ത തുടക്കം എന്ന ചിത്രം ഗംഭീര തുടക്കമാണ് കുറിച്ചത്. $1,10,000 വേൾഡിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അങ്ങനെ 3,91,00,000 രൂപയാണ് ആദ്യ ദിവസം ഇത് കളക്ട് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് 3,02,00,000 രൂപയാണെങ്കിൽ ഇന്ത്യ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ പടം റിലീഫായ സ്ഥലങ്ങളിൽ നിന്ന് 3,91,00,000 രൂപ കളക്ട് ചെയ്തു. ഓവർസീസ് കളക്ഷൻ അങ്ങനെ മികച്ച രീതിയിൽ 6,93,00,000 രൂപയായിരുന്നു ആദ്യ ദിവസം തുടക്കം എന്ന ചിത്രം കളക്ട് ചെയ്ത്. അപ്പം രണ്ടാമത്തെ ദിവസം ഇതിലും വമ്പൻ കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് ആദ്യ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ആദ്യ റിപ്പോർട്ട് എന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗ്രോഫായിട്ട് 7,32,00,000 രൂപ കാണിക്കുന്ന തുടക്കം എന്ന ചിത്രം ഓവർസീസ് കളക്ഷനായിട്ട് 8,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 15,72,00,000 രൂപ വേൾഡ് വൈഡ് കളക്ഷൻ കാണിക്കുന്നു. അത് ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടുമ്പോൾ 16 കോടി പിന്നിടും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇത് ആദ്യഘട്ട കണക്കുകളാണ്. ഇത് 16 കോടി പിന്നിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കൊണ്ട് ഏകദേശം 25 കോടിയൊക്കെ കടന്നാലും നമ്മൾ അതിശയിപ്പെടാനില്ല. അതുപോലുള്ള ബുക്കിങ്ങുമൊക്കെ കാണുന്നുണ്ട്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത് തുടക്കം മികച്ച രീതിയിൽ മുന്നേറുന്നു. വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റം തകർത്തു. കൂടെ ലാലേട്ടൻ്റെ ചെറിയ റോളുണ്ടായിരുന്നു. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ മികച്ച ഒരു റോളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച കാണുന്നു. മഴയൊരു തടസ്സം ആകുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ചൊരിയുന്ന മഴയൊന്നും ഒരു പ്രശ്നമല്ല. കാരണം പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സ്ത്രീജനങ്ങൾ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇടിച്ചു കീറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ദീർഘദൂര റണ്ണിങ് തന്നെ ഈ ചിത്രം നേടുമെന്ന് ഉറപ്പാക്കാം.
ായ മറ്റ് ചിത്രങ്ങൾക്കെല്ലാം ഒരുപക്ഷെ തുടക്കം എന്ന ചിത്രം ഒരു ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ച രീതിയിലുള്ള തുടക്കം മറ്റ് ചിത്രങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു പക്ഷേ തുടക്കത്തിന് വീണ്ടും അനുകൂലമായി മാറിയേക്കാം. ഏതായാലും 50 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അത് 100 കോടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് വരും ദിവസത്തെ പ്രകടനം ആസ്പദമാക്കി മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. ഇനി അല്പസമയത്തിനുള്ളിൽ ഇന്നത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? അടുത്ത വീഡിയോയുമായിട്ട് ഇതാ പോയി ഇതാവും. ഓക്കെ, ബൈ.